മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? സർ, ഞാൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്. എനിക്കിപ്പം എന്റെ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ, അവിടെ നിൽക്കാൻ സാധ്യതയില്ല. എന്തിനാണ് അവരെ? അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 അതിലെ ഒരു മത്സരാർത്ഥിയായ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ബിഗ് ബോസിന് പുറത്തേക്കും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിളിനെ കുറിച്ച് വളരെ മോശകരമായ രീതിയിലുള്ള ഒരു പരാമർശം ആ സ്ത്രീ ബിഗ് ബോസിനകത്ത് നടത്തുകയുണ്ടായി. ചില ആൾക്കാർ അതിനോട് താരതമ്യപ്പെടുത്തുകയും അതുപോലെ അനുയോജിക്കുകയും ചില ആൾക്കാർ അതിനോട് പ്രതികൂലിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിനകത്ത് നമ്മുടെ ലാലേട്ടൻ എന്താണ് പറഞ്ഞത്, അതുപോലെ തന്നെ മുൻ മത്സരാർത്ഥിയായ നമ്മുടെ അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയുണ്ടായി. അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി ഏതൊരു സാഹചര്യത്തിലാണ് ഇവരോട് ഇങ്ങനെ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, നമുക്ക് ആദ്യമായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേൾക്കാം. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവൾമാർക്കൊന്നും പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ച് നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. അയ്യോ, ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത്, അങ്ങനെ നിൽക്കുന്നവരല്ല. നിന്റെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളുമാരാ. അയ്യോ, എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്ന്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ലക്ഷ്മി പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ നിനക്ക് പോലും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവരുടെ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ എനിക്കിവിടെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് ലക്ഷ്മി പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് അക്ബറിന്റെ ഉമ്മ ബിഗ് ബോസിലേക്ക് വിളിച്ച് അക്ബറുമായി സംസാരിച്ചത്. ആ സമയത്ത് അക്ബറിനോട് ആദില നൂറയോട് കൂടി കളിക്കേണ്ട എന്നുള്ള ഒരു നിലക്കുള്ള ഒരു സംസാരം അക്ബറിന്റെ ഉമ്മ പറഞ്ഞു എന്ന രീതിക്കാണ് ലക്ഷ്മി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അക്ബറിന്റെ ഉമ്മ പറഞ്ഞത്, ഇങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അതിന്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾക്ക് കണ്ടാൽ വേണ്ടി മനസ്സിലാകും. എന്നാൽ ഈ സ്ത്രീ നടത്തിയ ഒരു പരാമർശത്തോട് എന്താണ് ലാലേട്ടന്റെ പ്രതികരണം, നമുക്ക് അതുകൂടി കാണാം. വളരെ മാന്യമായിട്ടാണോ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത്? അല്ല. അക്ബർ ഇരിക്കൂ. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് എന്ന് പറയൂ. ലൈക്ക് ഒരു വാക്ക് തർക്കം ആദിലയും മസ്താനി ഉണ്ടായപ്പം തന്നെ മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ആദ്യം നിന്നെ പോയി മാറ്റുക എന്നുള്ളത്. അപ്പൊ അത് എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായില്ല. ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? സർ, ഞാൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്. എനിക്കിപ്പം എന്റെ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ, അവിടെ നിൽക്കാൻ സാധ്യതയില്ല. എന്തിനാണ് അവരെ? ലക്ഷ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട്? സർ, ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്. ലാൽ സർ, ഞാൻ എന്റെ പെർസ്പെക്ടീവ് പറയാം. നിങ്ങൾ ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനാണ് ചോദ്യം ചെയ്യുന്നത്. ഈ മത്സരത്തിന്റെ ഒരു നിയമാവലിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി നമ്മുടെ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ സത്യം. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഉരുത്തിരിഞ്ഞ് വരുന്നത് നമ്മുടെ അക്ബറിന്റെ ഉമ്മ ചെയ്ത ഫോണുമായി ബന്ധപ്പെട്ടാണ്. അക്ബറിന്റെ ഉമ്മ അക്ബറിനെ വിളിച്ച സമയത്ത് നീ ആരോടും കൂട്ടുകൂടി ഗെയിം കളിക്കരുത് എന്നാണ് ഉമ്മ അക്ബറിന് കൊടുത്ത ഒരു ഉപദേശം. അതിനെ വക്രീകരിച്ചുകൊണ്ട് എല്ലാവരും കൂടി അതെടുത്തിട്ട് ആദില നൂറയോട് കൂട്ടുകൂടാൻ വേണ്ടി പാടില്ല എന്ന് അക്ബറിന്റെ ഉമ്മ പറഞ്ഞു എന്ന നിലക്കാണ് ബിഗ് ബോസിനകത്തായാലും അതുപോലെ തന്നെ ബിഗ് ബോസിന് പുറത്തായാലും സമൂഹ മാധ്യമങ്ങളിലായ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അത്തരമൊരു വാദങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷെ ഗത്യന്തരമില്ലാതെ എന്താണ് സംഭവിച്ചത്, എന്താണ് സത്യമെന്ന് പറയാൻ വേണ്ടിയിട്ട് അക്ബറിന്റെ ഉമ്മ അവസാനം ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു. നമുക്ക് അക്ബറിന്റെ ഉമ്മ പറയുന്നത് കൂടി കേൾക്കാം. പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ, ഞാൻ അക്ബറിന്റെ ഉമ്മയാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനെ വിളിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടതാണ്. അത് ഇപ്പോൾ ആദിലോടും നൂറാടും കൂട്ടുകൂടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വന്നുള്ളത്. അതെങ്ങനെ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി. ഞാൻ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. കാരണം വൈൽഡ് ഗാർഡിൽ നിന്ന് ചെന്ന ലക്ഷ്മി അടക്കം ഇന്ന് ലാലേട്ടനോട് പറഞ്ഞ് അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത്, ഇതിൽ വീഡിയോകൾ വന്നിടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ടിട്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ആ മക്കളിനെ എൻ്റെ അക്ബറിൻ്റെ പോലെയാണ് ഞാൻ കണക്കാക്കിയുള്ളത്.
എനിക്ക് അക്ബർ വേറെ ആ മക്കൾ വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല. അവരിനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവർ എൻ്റെ വീട്ടിലേക്ക് വരുന്നു വിശ്വസിച്ചിട്ട്. ഇതാണ് യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു രീതിയിൽ വക്രീകരിച്ച് അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഉമ്മ പറയുകയാണ്, നൂറയുടെയും ആദിലയുടെയും കൈയും പിടിച്ച് എൻ്റെ മകൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് വരുന്നതും കാതോർത്തിരിക്കുകയാണ് എന്നാണ് ഉമ്മ പറയുന്നത്. എനിക്ക് മറ്റു കുട്ടികളെ വേറൊരു കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നും എല്ലാവരെയും എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ കാണുന്നത് എന്നാണ് അക്ബറിൻ്റെ ഉമ്മ പറയുന്നത്. പക്ഷേ ബിഗ് ബോസിനകത്തേക്ക് വിളിച്ചതിന് ശേഷം എന്താണോ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് അത് അല്ല പിന്നെ പ്രചരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ആരാണ് ഇത്തരത്തിൽ അതിനെ വക്രീകരിച്ച് ചിത്രീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി ബിഗ് ബോസിനകത്ത് വീട്ടിൽ കയറ്റാൻ പറ്റാത്തവർ എന്ന രീതിയിലുള്ള ഒരു പരാമർശത്തിലേക്ക് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് ലാലേട്ടൻ തിരുത്തി കൊടുക്കുകയും വാണിംഗ് കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിൽ വരെ ഇത് ചർച്ചയാവുന്നതാണ് നമ്മൾ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻ ബിഗ് ബോസ് താരവും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവൊക്കെ ആയ നമ്മുടെ അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ആദിലയെടുത്തും നൂറയുടെ അടുത്തും പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്. അതേസമയം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. നാളെയിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സംശയമുണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാണും ഒരുമിച്ചൊരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ഒരുപാട് വീടുകളിൽ എത്രയോ വീടുകളിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണ്. ഇന്നൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കിടക്കാമെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കാര്യം സന്തോഷത്തോടെ പറഞ്ഞു വിടും. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ നാളെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആ രണ്ട് പുരുഷന്മാർ ഒരു റൂമിൽ കയറി കഥവടച്ചു കഴിഞ്ഞാൽ മറ്റേ പണിക്കാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സമൂഹം മാറി തുടങ്ങിയിരിക്കുന്നതിന്റെ കാരണം ഇത്തരം മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന തന്നെയാണ് അഖിൽ മാരാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അഖിൽ മാരാർ പറഞ്ഞതും നമ്മുടെ അഭിപ്രായം ഏകദേശം സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുകയാണ്, ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ കൂട്ടി വീട്ടിൽ വരുന്ന സമയത്ത് അച്ഛനമ്മമാരുടെ സങ്കടം ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഇവർ നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് അല്ല സമൂഹത്തിന് പാസ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് അഖിൽ മാരാർ പറയുന്നത്. അഖിൽ മാരാർ പറഞ്ഞത് ഇന്നത്തെ സമൂഹത്തിലേക്ക് വലിയൊരു മെസ്സേജ് തന്നെയാണ് പാസ് ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ അവരെ അപമാനിക്കുകയോ അവരെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുകയോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം ഒരു വിഷമം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ആർക്കാർക്കെങ്കിലും ഇത്തരം ഒരു അനുഭവം വരുന്ന സമയത്ത് മാത്രമേ നമുക്കതിനെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇവർ രണ്ടുപേരും ലെസ്ബിയൻ ആണെങ്കിൽ നമുക്ക് അവരുടെ താല്പര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം മനസ്സിലാക്കാം. അവർ ജനിച്ച സമയത്ത് അവരുടെ ഹോർമോണുണ്ടായ വ്യതിയാനം കൊണ്ടോ മറ്റോ അങ്ങനെ ആയിപ്പോയതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഈ കുട്ടികൾ അങ്ങനെയല്ല. ഇതിൽ ഒരാൾ മാത്രമേ ലെസ്ബിയൻസ് ഉള്ളൂ, അത് ആദിലയാണ്. നൂറ എന്ന് പറയുന്ന കുട്ടി 18 വയസ്സ് 19 വയസ്സ് വരെ അങ്ങനെ തന്നെ ജീവിച്ച, സാധാരണ നിലയിൽ എങ്ങനെയാണോ പെൺകുട്ടികൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ ജീവിച്ച ആൾക്കാരാണ്. ആ സമയത്തൊന്നുപോലും ഇത്തരത്തിലുള്ള യാതൊരു സ്വഭാവമോ അല്ലെങ്കിൽ പ്രകൃതമോ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിനെ എതിർക്കുന്നതും അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്കും മാതാപിതാക്കളുടെ അടുത്തേക്കൊക്കെ പോകണമെന്ന് നമ്മൾ പറയുന്നത്. അല്ലാത്ത കാലത്തോളം അവർ രണ്ടാളും അത്തരത്തിൽ ജെൻഡർപ്പെട്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാം. അതുമായി തുടർന്ന് സ്വതന്ത്രമായിട്ട് അവരുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകാനൊന്നും ഇന്ത്യയിൽ ഇന്ന് നിയമ സംവിധാനത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുകയും അവർ ജോലിയെടുത്ത് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നത്. അവരുടെ സുഖ സൗകര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രശ്നത്തെ തീർച്ചയായിട്ടും ഇത് വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.